ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് വേദിയാകുന്ന പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ ആദ്യ കാഴ്ച ബാറ്റ്സ്മാൻമാർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. വിവിധ റിപ്പോർട്ടർമാർ പങ്കിട്ട ചിത്രത്തിൽ പിച്ചിൽ പച്ചപ്പുല്ല് നിറഞ്ഞിരിക്കുന്നത് കാണാം. ഇത് മാരകമായ പേസ്, ബൗൺസ്, സീം മൂവ്മെൻറ്റ് എന്നിവയ്ക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചരിത്രപരമായി പേസ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചുകൾക്ക് ഖ്യാതിയുള്ള സ്ഥലമാണ് പെർത്ത്. പഴയ വാക്ക സ്റ്റേഡിയത്തിനാണ് പേസ് ബൗളിങ്ങിൽ ഖ്യാതിയെങ്കിലും പുതിയ ഒപ്റ്റ സ്റ്റേഡിയവും ആ പാരമ്പര്യം തുടരുമെന്നുറപ്പാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒരേപോലെ അനുയോജ്യമായ പിച്ചുകളാണ് ഓസ്ട്രേലിയ ഒരുക്കിയിരുന്നത്. എന്നാൽ 3 വർഷം മുമ്പ് ഇന്ത്യയോട് സ്വന്തം നാട്ടിൽ തോറ്റതിനു ശേഷം ഓസ്ട്രേലിയ തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഡ്രോപ്പ് ഇൻ പിച്ചുകളിൽ കൂടുതൽ പുല്ല് സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ബൗളിങ്ങിന് വളരെയധികം അനുകൂലമാണ്. യശസ്വി ജയ്സ്വാൾ, ഉസ്മാൻ ഖ്വാജ, വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത് തുടങ്ങിയ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് ഭയാനകമായി തോന്നാൻ കാരണമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം പാറ്റ് കമിൻസ്, ജസ്പ്രീത് ബുംറ തുടങ്ങിയ ഇന്ത്യൻ ഓസ്ട്രേലിയൻ പേസർമാർക്ക് അത്യന്തം സന്തോഷകരമായ കാഴ്ചയുമാണിത്. ടെസ്റ്റ് മത്സരത്തിന് മുമ്പ് കാര്യമായ രീതിയിൽ പുല്ല് മാറ്റിയില്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും 4 വീതം പേസ് ബൗളർമാരെ ഉൾപ്പെടുത്തി കളത്തിലിറങ്ങിയാലും അതിശയിക്കേണ്ടതില്ല. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ ഓസ്ട്രേലിയയുമായി 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിക്കുന്നത്. ഒരു ദശാബ്ദത്തിലേറെയായി സ്വന്തം നാട്ടിൽ ആദ്യമായി ഒരു റെഡ് ബോൾ പരമ്പരയിൽ തോറ്റതിനു ശേഷമാണ് ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പെർത്തിൽ വെള്ളിയാഴ്ച മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 2 ടെസ്റ്റ് പര്യടനങ്ങളിലും ഇന്ത്യ ഓസ്ട്രേലിയയെ 2-1 തോൽപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ 3-0 വൈറ്റ് വാഷ് നേരിട്ടു. പരമ്പരയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടമാവും. രോഹിത് ഇപ്പോഴും ഇന്ത്യയിലാണ്. അഡ്ലെയ്ഡിലെ 2ാം ടെസ്റ്റിന് മുമ്പ് അദ്ദേഹം ടീമിനൊപ്പം ചേർന്നേക്കും. രോഹിത്തിന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. ഇന്ത്യൻ ക്യാപ്റ്റന്റെ അഭാവം യശസ്വി ജയ്സ്വാളിന് പുതിയ ഓപ്പണിംഗ് പങ്കാളിയെ ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലുള്ള പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. വിരലിന് പരിക്കേറ്റതിനെ തുടർന്ന് 3ാം നമ്പർ ബാറ്റ്സ്മാൻ ശുഭ്മാൻ ഗിൽ ആദ്യ ടെസ്റ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എക്കെതിരെ ഒരു പരിശീലന മത്സരത്തിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇതിനു പുറമെ സൂപ്പർ താരം വിരാട് കോഹ്ലി ദീർഘകാലമായി ഫോമിലല്ലാത്തതും ഇന്ത്യക്ക് തലവേദനയാണ്.